ശ്രീ PR ശിവശങ്കർ, ഈ ഒവൈസി നിങ്ങളുടെ ഒരു കോടാലിക്കൈയാണെങ്കിലും ഈ സംഭവത്തിൽ ഒവൈസിയുടെ നല്ലൊരു മറുപടിയുണ്ട്. 2002 മുതൽ മോദി ഗ്യാരണ്ടി എന്നത് മുസ്ലിങ്ങളെ ആക്ഷേപിച്ച് വോട്ട് പിടിക്കുന്ന ഒന്നാണ്. പിന്നെ ഈ മൻമോഹൻ സിംഗിനെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, ഈ വിഭവത്തിൻ്റെ പരമാധികാരം പ്രാഥമികമായ അവകാശി ആരാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ പറ്റി. നിങ്ങളുടെ കാലത്ത് വിഭവങ്ങളുടെ പൂർണ്ണമായ അവകാശം ആർക്കാണ് എന്ന് ഈ ഒവൈസിയുടെ വാചകങ്ങളിലുണ്ട്. രാജ്യത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. മോദിയുടെ ഭരണത്തിൽ ആ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ അദ്ദേഹത്തിൻ്റെ സമ്പന്ന സുഹൃത്തുക്കളാണ്. രാജ്യത്തെ സമ്പത്തിൻ്റെ 40%-വും 1% ഇന്ത്യക്കാരുടെ കൈവശമാണ്. ഇനി കേരളത്തിനുമുണ്ട് അനുഭവം. ശിവശങ്കർ, അദാനിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിഴിഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ അതാണല്ലോ ലത്തീൻ സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദാനിക്കെതിരെ സമരം നടത്തിയെന്ന ഒറ്റ കാരണത്താൽ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ആർക്കാണ് നിങ്ങളുടെ കാലത്ത് ഈ പറയുന്ന വിഭവങ്ങളിലെല്ലാം പരമാധികാരം എന്നത് സുവ്യക്തമായിരിക്കുന്നു? ഒന്ന് വേണു, ഞാൻ വേണുവിന് മറുപടി പറഞ്ഞ് തുടങ്ങാം. അദാനി ശതകോടീശ്വരൻ മൾട്ടി ബില്യണർ ആയത് BJPയുടെ കാലത്തിലല്ല. 2010 മുതൽ അദ്ദേഹത്തിനെ ഇവിടുത്തെ മൾട്ടി ബില്യണർ ആയിക്കൊണ്ട് ഇല്ല, അസത്യം പ്രധാനമന്ത്രി മാത്രം പറഞ്ഞാൽ മതി. ശിവശങ്കർ പറയണ്ട. 2014 മോദി വന്നതിന് ശേഷം 900 മടങ്ങ് അദ്ദേഹത്തിന്റെ ലാഭവിഹിതം വർദ്ധിച്ചു എന്നടക്കമുള്ള കണക്കുകൾ പുറത്തുണ്ട്. വേണു, ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. ശരി. അതിനു മുൻപ് അദ്ദേഹം പിച്ചക്കാരനായിരുന്നു. 2014 അദ്ദേഹം പിച്ച എടുത്തുകൊണ്ട് 24-ന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. 24-ന് മുമ്പ്, അതിനു മുമ്പ് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ, മൻമോഹൻ സിംഗ് സർക്കാർ എത്ര ഓർഡർ ഞാൻ തരാം. അദ്ദേഹത്തിന് FCIയുടെ ഗോഡൌൺ, രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഗോഡൌൺ നിർമ്മിച്ചു കൊടുക്കാൻ കൊടുത്തിരുന്നു. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പറഞ്ഞു. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ദേശീയ തലത്തിൽ വ്യവസായികളുടെ സംഘടനയുണ്ടല്ലോ, അതിന് പാരലായ ഒരു സംഘടന, ഇതിനെ വെല്ലുവിളിക്കുന്ന ഒരു പാരലൽ സംഘടന പറഞ്ഞ അദാനിയെ കൂടി ഇരുത്തിയത്. അങ്ങ് പോകാണ്ടിരിക്കുക നല്ലത്. അദാനിയുടെ വിഷയമൊക്കെ നമുക്ക് അത് വേറെ ദിവസം ചർച്ച ചെയ്യാം. 2, ഹമീദ് അൻസാരി ഒരു ഇറാനിയൻ സ്പൈ ആണെന്ന് പറഞ്ഞുകൊണ്ട് സൂദ്, ഒരു റോയിൻ്റെ ചീഫ് പറഞ്ഞ പത്രസമ്മേളനം അങ്ങനെ ഓർമ്മയില്ലേ? അത് നടത്തി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഹമീദ് അൻസാരി ആരായിരുന്നു? പിന്നെ ഹമീദ് അൻസാരി പാകിസ്ഥാനിൽ നിന്നുള്ള സ്പൈ സുഹൃത്ത് നസ്രത്ത് മിശ്ര ആയിട്ട് വേദി പങ്കിട്ടതിൻ്റെ ഫോട്ടോ താങ്കളുടെ ജേർണലിസ്റ്റായ താങ്കളുടെ പക്കൽ ഇല്ലെന്നായോ? അപ്പോൾ ഹമീദ് അൻസാരിയൊക്കെ അങ്ങോട്ട് ഉയർത്തി കാണിക്കുമ്പോൾ ഇതും ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു, മറ്റുള്ള ഉത്തരവാദിത്വം. ഏതായാലും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ മൻമോഹൻ സിംഗും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം പറഞ്ഞത് എന്ന് ലിജു പറഞ്ഞപ്പോൾ താങ്കൾ ഒന്നും എതിർത്തു പറഞ്ഞില്ലെങ്കിലും ഇടപെട്ടില്ലെങ്കിലും അതിനുശേഷം 3 പ്രാവശ്യം താങ്കൾ പറഞ്ഞല്ലോ, ദ മൈനോറിറ്റി, പർട്ടിക്കുലർലി ദ മുസ്ലിം മൈനോറിറ്റി ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ അവർ നേഷൻ റിസോഴ്സസ് എന്നുള്ളതിൻ്റെ മലയാളം താങ്കൾ പറഞ്ഞു. പക്ഷേ ലിജു പറഞ്ഞപ്പോൾ എതിർക്കില്ല, ഞാൻ പറഞ്ഞ എതിർക്കില്ല. അപ്പോൾ ഇത് ഒരു പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ കാരശ്ശേരി മാഷ്ക്ക് അദ്ദേഹം തെറ്റാണെന്നുള്ളത് സംശയമില്ല. ഇതല്ല ശരി, ഒരു മതന്യൂനപക്ഷത്തിന് സ്വത്തിൻ്റെ പൂർണ്ണ അവകാശം നടക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് വാ തുറക്കുകയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് VPP മുസ്തഫയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് പിന്നെ അടുത്ത കാര്യത്തിൽ ഇത്തരത്തിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് പ്രസംഗിച്ചത്? ഏപ്രിൽ 7-ാം തീയതി തെലുങ്കാനയിൽ വെച്ചിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയാണ് പ്രസംഗിച്ചത്. വി വിൽ റീഡിസ്ട്രിബ്യൂട്ട് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗം കൂടെ കേൾപ്പിച്ചു തരാം. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ പറക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? സബ്സിക്വൻ്റ്ലി വി വിൽ ടേക്ക് അപ്പ് ദ ഹിസ്റ്റോറിക് അസൈൻമെൻറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ വെൽത്ത് ഓഫ് ഇന്ത്യ, ജോബ് ആൻഡ് അതർ വെൽഫെയർ സ്കീം ടു ദീസ് സെക്ഷൻസ് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് പിന്നെ എന്താ അർത്ഥം മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും കോൺഗ്രസിന് പറയാം. പക്ഷേ നരേന്ദ്രമോദിക്ക് അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വെൽത്ത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അടുത്തത് VPP മുസ്തഫ, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം CPMൻ്റെ സെക്രട്ടറി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ശബരിമലയിലേക്ക് SFIക്കാരും DYFIക്കാരും പെണ്ണുങ്ങളെ രച്ച് കയറി കഴിഞ്ഞാൽ ഒരൊറ്റ ആളും തടയാനുണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്നുണ്ട്. CPMൻ്റെ നേതാവായിട്ട് ആ വീഡിയോ ഇല്ലേ? അപ്പോൾ അങ്ങനെയാണോ ശബരിമല നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? തൃശ്ശൂരിൻ്റെ കാര്യം എന്നറിയാം. പിന്നെ അയ്യപ്പൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥാനാർത്ഥി നമുക്കറിയാം, തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു. പിന്നെ ഇവർ പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ CPMൻ്റെ തട്ടിപ്പ് എന്തായിരുന്നു? ഇതുവരെ പറഞ്ഞത് അതുപോലെ മതപരമായ ലഹള എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇറ്റ് ഈസ് ഓൺലി ആൻ എത്നിക് ഇഷ്യൂ എന്നല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത്? അത് പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എത്നിക് ഇഷ്യൂ എന്ന്. അപ്പോൾ മാനിഫെസ്റ്റോയിൽ മണിപ്പൂർ വിഷയം
എത്തിനിക് ഇഷ്യൂ ആണെന്ന് പറയുകയും കേരളത്തിൽ വന്നിട്ട് സംസ്ഥാനത്തെ നേതാക്കൾ ശരി, തൊട്ടിട്ട് ശിവശങ്കർ DPP എന്നോട് മുസ്തഫ വരെ സഹകരിക്കാൻ എനിക്ക് ഒരു ഇതൊരു ഇടവേളയിലേക്ക് മതപരമായ പോകേണ്ടതുണ്ട്. വിഷയമാണ്.